എനിക്ക് നിയമപ്രകാരം പറയുന്ന ടാക്സ് മുഴുവൻ കൊടുക്കാതെ തലയൂരാനോ കുറച്ച് ടാക്സ് അടക്കാനോ ലീഗലായിട്ട് തന്നെ എന്തെങ്കിലും ലൂപ്പ് ഹോളുകൾ ഉണ്ടോ? ഒരു ചെറിയ ശമ്പളം വാങ്ങി ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിലും അയാൾ എല്ലാ വർഷവും റിട്ടേൺസ് ഫയൽ ചെയ്ത് പോവുകയാണെങ്കിൽ അയാൾക്ക് അതുകൊണ്ട് ഒരുപാട് ഉപകാരങ്ങൾ ഭാവിയിലുണ്ടായേക്കാം. ഹോം ലോൺ ഒക്കെ പോവാണെന്നുണ്ടെങ്കിൽ ഇതൊരു വൺ ഓഫ് ദ പ്രൂഫ് ആണ് അവരുടെ റിട്ടേണിന്റെ പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു അതെ അതെ. ചില ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുമ്പോൾ ബില്ലിൽ GST കാണും, ചില ഹോട്ടലിൽ GST ചോദിക്കാറില്ല. അപ്പൊ എന്താണ്, ഞാൻ ഒരു ഹോട്ടലിൽ ഞാൻ ടാക്സ് കൊടുക്കുന്നുണ്ട്, മറ്റൊരിടത്ത് ആസ് എ കസ്റ്റമർക്ക് ടാക്സ് കൊടുക്കേണ്ടി വരുന്നില്ല, ഇതെന്താണ് വ്യത്യാസം? നമുക്ക് എന്തൊക്കെ ഇൻകം ഉണ്ട് എന്നുള്ളത് നമ്മൾ ഗവൺമെന്റ് നമുക്കത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ പോയി നമ്മൾ ഫയൽ ചെയ്യുന്നതിനാണ് നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുക എന്ന് പറയുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾ നടത്തിയിട്ട് ലോസ് ആണെങ്കിലും കാണിച്ച അടുത്ത വർഷം അതിന്റെ ബെനിഫിറ്റ് കിട്ടും. കറണ്ട് ബില്ല്, ഒരാളുടെ കറണ്ട് ബില്ല് ഒരു വർഷം 1 ലക്ഷത്തിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്യണം എന്നാണ് നിയമം. ഒരാൾ ബിസിനസ് നടത്തുന്നു, 60 ലക്ഷത്തിൽ കൂടുതൽ അയാൾക്ക് സെയിൽസ് ഉണ്ട്, അയാൾ റിട്ടേൺ ഫയൽ ചെയ്യണമെന്ന് നിയമം. അതുപോലെ ഹജ്ജ് ഉംറയൊക്കെ പോയ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഫോറിൻ ട്രാവലിന് ഒരു TCS കളക്ട് ചെയ്യും. ഈ പോഡ്കാസ്റ്റ് കഴിയുമ്പോഴേക്കും ഞാൻ കുറച്ചുകൂടി പണക്കാരനാവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാരണം ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. ഈസ് എ പ്രാക്ടീസിങ് CA, C ആഷിഫ്. അപ്പം ഈ പോഡ്കാസ്റ്റിലൂടെ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ടാവുക ഒരു സാധാരണക്കാരനായ ആളിന് അയാളുടെ ഫിനാൻസ്, ചെറിയ കാര്യങ്ങൾ ഫിനാൻസിൽ ചെയ്ത് വലിയ മാറ്റങ്ങൾ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ഇന്ന് ഈ CA-കാരിൽ നിന്നും ചോദിച്ച് മനസ്സിലാക്കാൻ പോകുന്നത്. സോ സ്റ്റാർട്ട് ചെയ്യാം. വെൽക്കം സാർ. താങ്ക് യു സാർ. നമുക്ക് ആദ്യം തന്നെ ക്ലിയർ ചെയ്യേണ്ടത് 2 ടേംസ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ്. ഒന്ന് റിട്ടേൺ സബ്മിറ്റ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഈ റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്നത്? പിന്നെ ഒന്ന് TDS, ടാക്സ് ഡിഡക്റ്റഡ് സോഴ്സ് എന്ന് പറഞ്ഞ് ഈ ശമ്പളം വരുമ്പോൾ കുറച്ച് പൈസ അങ്ങോട്ട് പലരുടെയും പോവാറുണ്ട്. ഈ 2 ടേംസ് ഒന്ന് പറഞ്ഞു തന്നാണ്. അത് റിട്ടേൺ എന്തെന്ന് പറയാം. അപ്പോൾ റിട്ടേൺ എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ, ഇതിനെയാണ് നമ്മൾ ചുരുക്കി റിട്ടേൺ ഫയൽ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും ഇൻകം ടാക്സ് എന്ന് പറയുന്നത് മൊത്തം ഒരാളുടെ ഇൻകത്തിനെ ജസ്റ്റ് 5 ക്ലാസിഫൈ ചെയ്യും. 5 ക്ലാസിഫൈ എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഇൻകം ടാക്സിൽ മൊത്തമായിട്ട് നമ്മൾ വരുന്ന ഏത് ഇൻകവും നമ്മൾ എന്ത് ചെയ്യും, 5 ക്ലാസിഫൈ ചെയ്യും. ഒന്നാമത് സാലറി എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ ഒരിടത്ത് പണിയെടുക്കുന്നു, എംപ്ലോയർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അതിന് സാലറി എന്ന് പറയും. രണ്ടാമത് ഹൗസ് പ്രോപ്പർട്ടി, റെൻ്റൽ ഇൻകം, ബിൽഡിങ്ങിൽ നിന്ന് കിട്ടുന്ന റെൻ്റൽ ഇൻകത്തിന് ടാക്സ് ചെയ്യാൻ ഒരു ഹെഡ്. പിന്നെ ബിസിനസ്സിൽ നിന്നും പ്രൊഫഷനിൽ നിന്നും കിട്ടുന്ന ഇൻകത്തിന് മറ്റൊരു ഹെഡ്, മറ്റൊരു ക്ലാസിഫിക്കേഷൻ. ഇപ്പോൾ പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ സാലറി അല്ല, പ്രൊഫഷണലിന് വേറെ. അപ്പം നിങ്ങൾ ഡോക്ടറാണ്, അല്ലെങ്കിൽ എഞ്ചിനീയർ ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. അതായത് ഞാൻ മറ്റൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യല്ല, ഞാൻ എൻ്റെ രീതിയിൽ പ്രൊഫഷൻ ഫ്രീലാൻസ് ആയിട്ടോ അല്ലെങ്കിൽ പ്രാക്ടീസ് ആയിട്ടോ ഒരു ഓഫീസിൽ ഉണ്ടെങ്കിൽ അങ്ങനെയാ വരിക. അതും ബിസിനസ്സും ഒരു ബിസിനസ് ഒരു ഹെഡാണ്, ഡിഫറെന്റ് രീതിയിലാണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാവുക ബിസിനസ്സും പ്രൊഫഷനും എന്നുള്ള ഹെഡ് തന്നെ ആയിരിക്കും. നാലാമത് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയും. ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ എന്നും നടക്കുന്ന കാര്യമല്ല. ബാക്കി 3 കാര്യവും റെഗുലറാണ്. സാലറി റെഗുലർ ആയിട്ട് കിട്ടും, റെന്റൽ ഇൻകം റെഗുലർ ആയിട്ട് ഉണ്ടാവും, ബിസിനസ്സോ പ്രൊഫഷനോ ഉണ്ടെങ്കിൽ റെഗുലർ ട്രാൻസാക്ഷൻ ഉണ്ടാവും. നാലാമത് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ 1 ടൈമോ 2 ടൈമോ ഒക്കെ നമ്മുടെ ഒരു ലൈഫിൽ നടക്കുന്ന കാര്യം. നമ്മൾ ലാൻഡ് വിൽക്കുക, ബിൽഡിംഗ് വെക്കുക, ബിസിനസ് അല്ലാത്ത ലാൻഡും ബിൽഡിംഗ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോഴാണല്ലോ നമ്മൾ ചെയ്യുക. ജ്വല്ലറി വിൽക്കുക, ഇതൊക്കെ വരുന്ന സമയത്ത് വരുന്ന ഒരു ഹെഡാണ് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. അഞ്ചാമത്തത് അതർ സോഴ്സ്, ഇതൊന്നും അല്ലാത്ത മറ്റ് ഇൻകം സോഴ്സുകളിനെ നമ്മൾ പറയും അതർ സോഴ്സ്. ഫോർ എക്സാമ്പിൾ ബാങ്ക് ഇൻട്രസ്റ്റ്, അതുപോലെ തന്നെ കമ്മീഷൻ, അങ്ങനെയൊക്കെ നമ്മുടെ ബിസിനസ് അല്ലാതെ എന്നാൽ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന മറ്റ് കാര്യങ്ങൾ എന്നാൽ ഇൻകമാണ്, ടാക്സബിൾ ആണ് എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ 5ാമത്തെ ഹെഡ്. ഈ 5 ഹെഡും അപ്പോൾ എന്ത് ചെയ്യേണ്ടത്, ഡിഫറെൻ്റ് രീതിയിൽ അല്ലേ. ഒരു സാലറി മാത്രമല്ല ഒരാൾക്ക് വലിയൊരു ഫോം ഫയൽ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇതിപ്പോൾ എല്ലാവരും ഒരേ രീതി ഫയൽ ചെയ്യാന്ന് പറയുന്ന പ്രശ്നമല്ലേ. അപ്പോൾ ഇത് ഓരോന്നും ഉള്ള ആളുകൾ, ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ സോഴ്സ് ഉള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ എന്ത് ചെയ്യണം, ഇത് ഗവൺമെന്റിന് പറഞ്ഞു കൊടുക്കണമല്ലോ, എനിക്ക് ഇതാണ് എൻ്റെ ഇൻകംസ് എന്ന് പറയണല്ലോ. അതിന് ഗവൺമെന്റ് ഓരോ ഫോംസ് ഇറക്കിയിട്ടുണ്ടാവും. ആ ഫോം ഫില്ല് ചെയ്യാണ് നമ്മൾ ചെയ്യുക, വേറെ ഒന്നുമല്ല. അല്ല, ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഈ 5 ഡിഫറൻസ് സെഗ്മെന്റ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിന്റെ ടാക്സ് കളക്ഷനിലൊക്കെ വ്യത്യാസമുള്ളത് കൊണ്ട് ടാക്സ് കമ്പ്യൂട്ടേഷനിൽ വ്യത്യാസമുണ്ട്, കളക്ഷന്റെ രീതികളിൽ വ്യത്യാസമുണ്ട്, അടക്കേണ്ട പൈസയിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞു ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞു, അതൊരു ഫിക്സഡ് റേറ്റ് ആയിരിക്കും അതിനുണ്ടാവുക. ഇപ്പോൾ ലോട്ടറി അടിച്ചാൽ ഒരു ഫിക്സഡ് റേറ്റാ, അതർ സോഴ്സിലാണ് വരിക. കാരണം ബാക്കി കൊടുത്തുന്നത് ഇതാവുന്നില്ലല്ലോ. അപ്പൊ ഇതൊക്കെ ഉണ്ടെങ്കിലാണ് അത് ഓപ്പൺ ആക്കേണ്ട ആവശ്യം, അല്ലെങ്കിൽ വേണ്ട. അതുകൊണ്ടാണ് ഒരു സാലറി മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ബാങ്ക് ഇൻട്രസ്റ്റ് മാത്രമേ ഉള്ളൂ,
അയാൾക്ക് സ്വന്തമായിട്ട് തന്നെ ഫയൽ ചെയ്യാം, വലിയ ഉം. കുഴപ്പമൊന്നുമില്ല. ഉം, ഉം. മറ്റതും കൂടെ വരുമ്പോൾ ചിലപ്പോൾ ഒറ്റയ്ക്ക് അത് നടക്കണം എന്നില്ല. അപ്പോൾ അതൊരു ഹെൽപ്പും കൂടെ വേണ്ടി വാങ്ങുന്നതായിരിക്കും വരും. നല്ലത്. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ഇൻകം ഉണ്ട് എന്നുള്ളത് നമ്മൾ ഗവൺമെൻറ് നമുക്കത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഫോം ഒരു ഉണ്ടാക്കി. പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുണ്ട്. ഉം. അതിൽ പോയി നമ്മൾ ഫയൽ ചെയ്യുന്നതിനാണ് നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുക എന്ന് പറയുന്നത്. റിട്ടേൺസ് ഫയൽ ചെയ്യാന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ എനിക്ക് ഏതൊക്കെ സ്രോതസ്സിൽ നിന്നുള്ള വരുമാനമുണ്ടെന്ന് ഞാൻ ഗവൺമെന്റിനോട് ഉം. പറഞ്ഞു കൊടുക്കുന്ന ആ പ്രോസസ്സാണ് ഒരു വർഷം, റിട്ടേൺസ് ഫയൽ അതായത് ചെയ്യുന്നത്. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ ഉം. ഏതൊക്കെ സ്രോതസ്സിൽ നിന്നും എനിക്ക് വരുമാനമുണ്ട്, അതിൽ ഏതൊക്കെ ടാക്സബിൾ ആണ്, ഏതൊക്കെ ടാക്സബിൾ അല്ല എന്നുള്ളത്. എന്ന് മൊത്തം. ടാക്സബിൾ അല്ല, ഇപ്പൊ അഗ്രികൾച്ചർ ഇൻകം ഉണ്ടെങ്കിൽ അതും നമ്മൾ ശരിക്കും കാണിക്കണം എന്നാണ് നിയമം. അതായത് ടാക്സ് ഉണ്ടോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ ചോദ്യമാണ്. രണ്ടാമത്തെ കാര്യം നമ്മൾ മൊത്തം മൊത്തം കാണിക്കുക. ഇനി ലോസ് ആണെങ്കിലും നമ്മൾ ബിസിനസ്സിൽ ലോസ് ആണെങ്കിലും കാണിക്കണം എന്നാണ്. കാണിക്കുക എന്നുള്ളതാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾ നടത്തിയിട്ട് ലോസ് ആണെങ്കിലും കാണിച്ചാൽ കാണിക്കണം. അടുത്ത വർഷം അതിന്റെ ബെനിഫിറ്റ് കിട്ടും. അടുത്ത വർഷം പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ഇത് കുറച്ചിട്ട് ബാക്കി കൊടുത്താൽ മതി. അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ അത് നമുക്കൊരു ഏരിയ തന്നെയുണ്ട് സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ളത്. ഓക്കെ. അപ്പോൾ റിട്ടേൺസ് എന്താണെന്ന് പറഞ്ഞു. TDS എന്ന് പറയുന്നത് സാർ ഇപ്പോൾ മെൻഷൻ ചെയ്തിരുന്നോ ഇതിൽ ഒന്നുകൂടി? ഇല്ല, അപ്പോൾ TDS എന്ന് പറയുന്നത്, അപ്പോൾ ഇതിൽ അപ്പോൾ ഇത് എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? ഫൈനലി ഗവൺമെന്റിനും നമുക്കും എന്തറിയണം, ഞാൻ ടാക്സിന് അടക്കാൻ ടാക്സ് അടക്കാൻ ബാധ്യസ്ഥനാണോ അല്ലേ എന്നുള്ളത്. അപ്പോൾ അതിന് കുറേ ബാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് വന്ന് കമ്പ്യൂട്ട് ചെയ്ത് നമുക്ക് ടാക്സ് അടക്കാനുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ടാക്സ് അടക്കണം. ഇതാണല്ലോ നിയമം. TDS എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ടാക്സിൽ നിന്നും നമ്മുടെ ടാക്സ് പല ആളുകളെയും, ഇപ്പോൾ ഒരു കമ്പനി നമുക്ക് സാലറി തരുന്നു. അപ്പോൾ നമുക്ക് ടാക്സ് അടക്കാനുള്ള ആളാണെങ്കിൽ കമ്പനിയുടെ ഉത്തരവാദിത്വമാണ് എൻ്റെ ടാക്സ് ഗവൺമെൻറ്റിലോട്ട് അടച്ച് ബാക്കിയുള്ള എമൗണ്ട് മാത്രം ഇവന് സാലറി ആയിട്ട് കൊടുക്കുക എന്നുള്ളത്. ടാക്സ് അവിടെ തന്നെ അടക്കപ്പെടുന്നു. അതാണ് അതിൻ്റെ ഒരു ഇത്. ഇപ്പോൾ കമ്പനിയുടെ മാത്രമല്ല, ചില കേസിൽ ഇപ്പോൾ നമ്മളൊരു കോൺട്രാക്റ്റ് ഉണ്ട്. ഇപ്പോൾ ഒരു കമ്പനിയിൽ നമ്മളൊരു ചെറിയ വർക്ക്സ് കോൺട്രാക്റ്റ് എടുക്കുന്നു, അവിടുത്തെ ചില വർക്കുകൾ ചെയ്യാനുള്ള ഒരു കോൺട്രാക്റ്റ് എടുക്കുന്നു. അപ്പോൾ അതൊരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ അവർ 1% പിടിക്കും. ഇപ്പോൾ നമ്മൾ ഫേമൊക്കെ ആണെങ്കിൽ 2%. അപ്പോൾ പല കേസുകൾ, ഇപ്പോൾ നിങ്ങളൊരു പ്രൊഫഷണലാണ്, ഇപ്പോൾ ഞാൻ ഓഡിറ്റ് ചെയ്തിട്ട് ഞാൻ ബില്ല് കൊടുക്കുന്നു, 1 ലക്ഷം രൂപയുടെ ബില്ല് കൊടുത്താൽ അവർ 10% പിടിക്കും. 90% എൻ്റെ അക്കൗണ്ടിൽ കിട്ടുള്ളൂ. 10% അവരെന്ത് ചെയ്യണം? ടാക്സ് അവർ പിടിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്യാണ്? ഇൻഡിവിജ്വൽസിൻ്റെ കയ്യിൽ നിന്ന്, ഓരോ ഇൻഡിവിജ്വലിൻ്റെ കയ്യിൽ നിന്നും അവൻ ടാക്സ് അടച്ചിട്ടുണ്ടോ, ഇവൻ ടാക്സ് അടച്ചിട്ടുണ്ടോ എന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. എന്നാൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ കുറവായിരിക്കൂലേ, അവരുടെ കണക്ക് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? അവരൊരു CA കൊണ്ട് ഓഡിറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അവരെന്തായാലും പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കണക്ക് ബോധ്യപ്പെടുത്തുന്നുണ്ടാവും. അപ്പം അവരുടെ മേലിൽ എന്ത് ചെയ്തിരിക്കുകയാണ്? ഈ ഉത്തരവാദിത്തം കെട്ട് ഏൽപ്പിച്ചിരിക്കുകയാണ്. അവരത് ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് അതിന് ഇൻട്രസ്റ്റ് വരും, പെനാൽറ്റി വരും. ഓക്കെ, പക്ഷെ അവർ ശരിക്കും അവരുടെ ടാക്സ് അല്ല അടക്കുന്നത്. അവരടക്കുന്നത് അവരുടെ എംപ്ലോയിയുടെയും അവരുടെ വർക്കേഴ്സിന്റെ ഒക്കെ ടാക്സ് ആണ് അടക്കുന്നത്. അപ്പോൾ ഇത് പല ജോലി ചെയ്യുന്ന ആൾക്കാർക്കും ഇത് അറിയില്ല. ഇവർക്ക് HR-നോടും ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിനോടും ഒക്കെയാണ് ഇതിന്റെ പ്രതിഷേധവും ദേഷ്യമൊക്കെ. TDS പിടിക്കണമെന്ന് പറഞ്ഞിട്ട് ഇത് ഗവൺമെന്റിന് നിർബന്ധമായ ഒരു കാര്യമാണെന്നുള്ളത് അവർക്ക് അറിയില്ല. പ്രത്യേകിച്ച് ഈ കോൺട്രാക്ട് വർക്കേഴ്സിന്റെ ഒക്കെ പ്രത്യേകിച്ച് പറയാൻ, ഇപ്പോൾ സ്വിഗ്ഗിയിൽ വർക്ക് ചെയ്യുന്നു, സൊമാറ്റോയിൽ വർക്ക് ചെയ്യുന്നു, ഇവിടെയൊക്കെ ശരിക്കും ഇവർക്ക് കമ്മീഷൻ വരുന്നുണ്ട് അല്ലേ? അതിൽ നിന്ന് TDS പിടിച്ചിട്ടാണ് വരുന്നത്. ഇവർക്ക് ചെക്ക് ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണ്. ശരിക്കും ഇവർക്ക് അതിൻ്റെ റീഫണ്ടിന് എലിജിബിളാണ്. കാരണം കമ്പനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. കമ്പനി എന്ത് ചെയ്യണം? ഇവർ വെയിലും കൊണ്ടിട്ട് പോയി എടുക്കുന്ന പേയ്മെന്റിൽ നിന്നും എന്ത് ചെയ്യും? ഗവൺമെന്റ് പറയുന്നു എടേ പിടിച്ചിട്ടേ കൊടുക്കാവൂ. അപ്പം പിടിച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? എമൗണ്ട് കൊടുക്കുന്നത്. ഇതിനെക്കുറിച്ചൊരു ധാരണയില്ലാത്ത ആളുകൾ ചിലപ്പോൾ ഇത് ക്ലെയിം ചെയ്യാൻ വിട്ടുപോകും. ശരിക്കും ഇവർക്കൊന്നും എന്തായാലും 12 ലക്ഷം വരെ ടാക്സ് ഇല്ല. ഇവർക്ക് എന്തായാലും 12 ലക്ഷം വരെ കമ്മീഷൻ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് അല്ലെ? ഒരു സ്വിഗ്ഗി സൊമാറ്റോ ഓടുന്ന ആൾക്കാർക്ക് വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നു നമുക്ക് അതിന്റെ റേഞ്ച് പറയുമ്പോൾ അതൊന്നുകൂടി വിശദമാക്കാം. അതായത് എല്ലാ TDS പിടിക്കുന്നിടത്തും ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല എന്നുള്ളൊരു പോയിന്റ് പറയുന്നത്. അപ്പം ഇവിടുന്നാണ് ഇപ്പോൾ ഞാൻ എംപ്ലോയി ആണ്, സാലറിയുടെ എംപ്ലോയി ആണ്. എനിക്ക് എല്ലാ മാസവും ശമ്പളം വരുമ്പോൾ നിശ്ചിത തുക TDS പിടിക്കുന്നുണ്ട്. ഇത് പിടിക്കാതെയും സാലറി വരുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, ഫുൾ സാലറി കിട്ടുന്നുണ്ട് എല്ലാ മാസവും. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർ റിട്ടേൺസ് ഫയൽ ചെയ്യേണ്ട കാര്യമുണ്ടോ, അതോ അതിൻ്റെ ആവശ്യമില്ലേ? അങ്ങനെ ഫയൽ ചെയ്യുന്നുണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ശരിക്കും നമ്മൾ ഇൻകം ടാക്സ് നിയമപ്രകാരമാണല്ലോ ഈ റിട്ടേൺസ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതിൽ ശരിക്കും പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, ഒരാൾക്ക് ബേസിക് എക്സംഷൻ എന്ന് പറയും. നമ്മൾ 4 ലക്ഷത്തിൻ്റെ മുകളിൽ പുതിയ നിയമപ്രകാരമാണെന്നുണ്ടെങ്കിൽ, ഓൾഡ് റെജിമാണെങ്കിൽ 2.5 ലക്ഷത്തിന് മുകളിലാണെന്നുണ്ടെങ്കിലും ശരിക്കും അയാൾ റിട്ടേൺ ഫയൽ ചെയ്യാൻ നിർബന്ധമാണ്. ഇതാണ് അതിൽ പറയുന്നൊരു കാര്യം. പിന്നെയും മറ്റു പല കാര്യങ്ങളും ഉണ്ട്. എക്സാമ്പിൾ പറഞ്ഞാൽ കറണ്ട് ബില്ല്
ഒരാളുടെ കറണ്ട് ബില്ല് ഒരു വർഷം 1,00,000 കൂടുതലാണെന്നുണ്ടെങ്കിൽ അയാൾ റിട്ടേൺ ഫയൽ ചെയ്യണം എന്നാണ് നിയമം. അതുപോലെ തന്നെ ഒരാൾ ബിസിനസ് നടത്തുന്നു, 60 ലക്ഷത്തിൽ കൂടുതൽ അയാൾക്ക് സെയിൽസ് ഉണ്ട്, പ്രോഫിറ്റ് എന്നല്ല, സെയിൽസ് 60 ലക്ഷത്തിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അയാൾ റിട്ടേൺ ഫയൽ ചെയ്യണമെന്ന് നിയമം. ഒരാൾക്ക് ഫോറിൻ ട്രാവൽ നടത്തുന്ന ഒരാളാണ്, അയാളുടെ അക്കൗണ്ടിൽ നിന്ന് 2 ലക്ഷത്തിൽ കൂടുതൽ ഫോറിൻ ട്രാവലിന് വേണ്ടിയിട്ട് ചിലവാക്കിയിട്ടുണ്ട്, അയാൾ റിട്ടേൺ ഫയൽ ചെയ്യണം. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ 25,000 മുകളിലൊക്കെ ആയിട്ട് TDSO TCSO ഒക്കെ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിലും റിട്ടേൺ ഫയൽ, ഇത് നിയമമാണ്. പിന്നെ അതിൻ്റെ അപ്പുറത്തോട്ട് നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട്, 10 ലക്ഷത്തിൻ്റെ മുകളിൽ വണ്ടി എടുക്കുകയാണെങ്കിൽ 1% TCSും കൂടെ കളക്ട് ചെയ്യും നമ്മളെടുത്തുനിന്ന്, ആ എമൗണ്ട് അവിടെ കിടക്കും. അപ്പോൾ എന്ത് ചെയ്യണം, തിരിച്ച് കിട്ടണമെങ്കിൽ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്തിട്ട് എടുക്കുന്നതാണ് നല്ലത്. അതുപോലെ ഹജ്ജ് ഉംറയൊക്കെ പോയ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഫോറിൻ ട്രാവലിന് ഒരു TCS കളക്ട് ചെയ്യും, ഒരു എമൗണ്ടും കൂടെ കളക്ട് ചെയ്യും. ട്രാവൽ ഏജൻസിന്റെ ഡ്യൂട്ടിയാണ് അത് കളക്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആ എമൗണ്ട് ചിലപ്പോൾ ആൾക്കാർ അറിഞ്ഞൊന്നും വരില്ല, അവരുടെ ടാക്സിൽ അത് വന്ന് കിടപ്പുണ്ടാവും. അപ്പൊ അതങ്ങനെ കുറെ ആൾക്കാർ അറിയാതെ പോകുന്നുണ്ടാവും. അപ്പൊ അത്തരം ആളുകൾക്ക് ഇതൊക്കെയാണ് ശരിക്കും ഒരു ഇൻഡിവിജ്വലിന് ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. മാത്രമല്ല പിന്നെ ഇപ്പം നമുക്കൊരു ലോണിനൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അവരൊരു പ്രൂഫായിട്ട് പലപ്പോഴും എടുക്കുന്നത് ലാസ്റ്റ് 3 ഇയേഴ്സിൻ്റെ റിട്ടേൺ ഫയൽ ഇത് കൊണ്ടുപോകാം എന്നൊക്കെ ആയിരിക്കും പറയുക. അപ്പം അത് നമ്മുടെ ഇൻകം ഇത്ര ഉണ്ട്, നമുക്ക് EMI അടക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്, അതായത് 3 ഇയേഴ്സിൽ റിട്ടേൺസ് ഫയൽ ചെയ്തതിന്റെ പ്രൂഫ്, അതായത് റിട്ടേണിന്റെ അക്നോളജ്മെന്റ് ഒക്കെ കാണിക്കാൻ പറ്റും, പ്രൂഫ് കാണിക്കാൻ പറ്റും. അപ്പോൾ അതിലൂടെ അവർ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ശരിക്കും EMI അടക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടല്ലോ, അതിന് അവരെടുക്കുന്ന ഒരു പ്രൂഫ് ഇതാണ് റിട്ടേൺ ഫയൽ ചെയ്യുക. ഈവൻ വെഹിക്കിൾ ലോൺ വരെ ചിലപ്പോൾ ശരിയാവണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കും. അതുപോലെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടുവരുന്നൊരു കാര്യം, ഇപ്പോൾ മക്കളുടെ പഠനത്തിനൊക്കെ വേണ്ടിയൊക്കെ പോകുമല്ലോ, പുറത്തോട്ട് പോകുന്ന സമയത്ത് അവിടെയും ഇത് വൺ ഓഫ് ദ കണ്ടീഷൻ ആയിരിക്കും, പാരൻസിന്റെ ഈ ഒരു റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു സംഭവം കാണാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നോർമലി പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്ന കാര്യങ്ങൾ. ഇതാണ് ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചോളം. പിന്നെ കമ്പനി ഫേം ഒക്കെ നിർബന്ധമാണ്, അവരുടെ ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ ഇൻകം അവരെന്തായാലും റിട്ടേൺ ഫയൽ ചെയ്യണം എന്നുള്ളതാണ്. ഇങ്ങനെ ഇപ്പോൾ ഒരു സാധാരണക്കാരൻ ഒരാൾക്ക് ഈ റിട്ടേൺസ് ഫയൽ ചെയ്യാന്ന് പറയുന്നത് ഒരു ഹെവി ടാസ്ക് ആണോ, അതിന് എന്തെങ്കിലും തരത്തിലുള്ള ഫീസ് ചിലവുണ്ടാവുന്നു? കാരണം ഓൾറെഡി ശമ്പളം വരുന്നു, ഇനിയിപ്പോൾ ഇത് ഫയൽ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എങ്ങാനും കുറച്ച് പൈസ പോയാലോ എന്നുള്ള പേടിയൊക്കെ ഉണ്ടാവും ആൾക്കാർക്ക്. അപ്പോൾ ഇതിൻ്റെ ചിലവും ഇതിൻ്റെ ഒരു പരിപാടി എങ്ങനെയാണ്? ഇതെന്താ പറയുക, സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുള്ളൂ. വളരെ സിമ്പിളായിട്ട് ഇൻകം ടാക്സിന്റെ സൈറ്റിൽ പോയി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ, നമുക്കൊരു ധാരണ ഉണ്ടെങ്കിൽ. പിന്നെ പെട്ടെന്ന് പഠിച്ചെടുക്കാനും പറ്റും. ഇന്നത്തെ കാലത്ത് ആളുകൾക്ക് അത് പഠിച്ചെടുക്കാൻ വലിയ ടൂളുകൾ ഉണ്ടാവും. പിന്നെ വളരെ ഈസിയാണ്, അതിൻ്റെ ഒരു രീതിയും വളരെ ഈസിയാണ്. പിന്നെ എന്താ പറയുക, നമ്മളൊരു പ്രൊഫഷണലിനെ അല്ലെങ്കിൽ ഒരു കൺസൾട്ടന്റിനെ ഏൽപ്പിക്കുമ്പോൾ അവർ ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ നോക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളെടുത്ത് ഒരാൾ റിട്ടേൺ ഫയൽ ചെയ്യാൻ വന്നാൽ നമ്മൾ ചുമ്മാ റിട്ടേൺ ഫയൽ ചെയ്ത് കൊടുക്കുകയല്ല ചെയ്യുക. നേരെ എന്ത് ചെയ്യും, അയാളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും കൂടെ ചോദിക്കും. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചിട്ട് അയാൾക്ക് എന്തെങ്കിലും റിസ്കുകൾ വരാനുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടെ നോക്കിയിട്ടായിരിക്കും നമ്മൾ ഫയൽ ചെയ്യുക. അപ്പോൾ അയാളുടെ അക്കൗണ്ടിൽ ചിലപ്പോൾ കുറച്ച് പൈസകൾ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി അതിൽ റിട്ടേണിൽ കാണിക്കേണ്ടത് കാണിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, റിട്ടേൺ ഫയൽ ചെയ്യുക. ഇതാണ് മാറ്റം. അപ്പം അങ്ങനത്തെ റിസ്ക് ഒന്നുമില്ല, നമുക്ക് ഭയങ്കര ധാരണയുണ്ട്, സാലറി മാത്രമേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നും എൻ്റെ അക്കൗണ്ടിൽ വന്നിട്ടില്ല, സ്വന്തമായിട്ട് ഫയൽ ചെയ്യാവുന്നതേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് റിട്ടേൺ ഫയൽ ചെയ്യാം. പക്ഷെ കുറച്ച് ട്രാൻസാക്ഷൻസ് ഉണ്ട്. അങ്ങനെയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒരു പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് വാങ്ങുന്നതായിരിക്കും നന്നാവുക. ഓക്കെ. അപ്പം ഒരു ചെറിയ ശമ്പളം വാങ്ങി ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിലും അയാൾ എല്ലാ വർഷവും റിട്ടേൺസ് ഫയൽ ചെയ്ത് പോവുകയാണെങ്കിൽ അയാൾക്ക് അതുകൊണ്ട് ഒരുപാട് ഉപകാരങ്ങൾ ഭാവിയിലുണ്ടായേക്കാം. ഹോം ലോൺ ഒക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു വൺ ഓഫ് ദ പ്രൂഫാണ്, അവരുടെ റിട്ടേണിന്റെ പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പ്രൂഫാണ്. വരുമാനം കഴിഞ്ഞ വർഷങ്ങളിൽ എത്രയുണ്ട് എന്നുള്ളതിന്റെ ഒരു പ്രൂഫാണ് ശരിക്കും ഇതെന്ന് പറയുന്നത്. അപ്പോൾ അത് അവർ പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യുന്ന സാധനമാണ്. ലാസ്റ്റ് 2 ഇയേഴ്സ് അല്ലെങ്കിൽ 3 ഇയേഴ്സിന്റെ റിട്ടേൺ കൊണ്ടുപോവുക എന്നായിരിക്കും ബാങ്ക് എന്നൊക്കെ പറയാം. അപ്പോൾ അത് പിന്നെ ബാക്കിലോട്ട് പോയി ചെയ്യാന്നൊക്കെ പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ TDS എന്താണെന്ന് പറഞ്ഞു, റിട്ടേൺസ് എന്താണെന്ന് പറഞ്ഞു. ഇനി ഇന്ത്യയിൽ എല്ലാവരും ടാക്സ് അടയ്ക്കേണ്ടതില്ല, ചില ആളുകൾ ടാക്സ് അടയ്ക്കേണ്ടതുണ്ട്. ഞാൻ ഇൻകം ടാക്സിൻ്റെ കാര്യമാണ് പറയുന്നത്, വേറെ പലതരത്തിലുള്ള ടാക്സുകളുണ്ട്. ഓക്കെ. അപ്പോൾ ആരൊക്കെയാണ് ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കേണ്ടത്, ആർക്കൊക്കെയാണ് ഇതിൽ നിന്ന് ഒഴിവുള്ളത് എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ സിമ്പിളായിട്ടൊരു ഇൻഡിവിജ്വലിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ശരിക്കും 2 റെജിമുണ്ട്. ഓൾഡ് റെജിം എന്ന് പറയും, ന്യൂ റെജിം എന്ന് പറയും. ഇപ്പോൾ കൂടുതൽ ആളുകളും ഒപ്റ്റ് ചെയ്യുന്നൊരു കാര്യം ന്യൂ റെജിം തന്നെയായിരിക്കും. ടാക്സിന്റെ 2 സിസ്റ്റം. അപ്പോൾ നേരത്തേക്ക് നമുക്ക് ഒറ്റ രീതിയുള്ളായിരുന്നു ടാക്സ് കമ്പ്യൂട്ടർ പണ്ടത്തെ. അതുപോട്ടെ, നമുക്ക് ഇനി അടക്കാൻ പോകുന്ന 2 രീതികളുണ്ട്. അത് ഓരോരുത്തർക്കും അവർക്ക് ഏതാണോ ബെനിഫിഷ്യൽ എന്നുള്ളതിന് അനുസരിച്ച് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഓപ്ഷൻസ് 2 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നോർമലി നമ്മൾ എന്ത് ചെയ്യാം, കുറഞ്ഞ ടാക്സ് ഏത് ഓപ്ഷനിലാണോ വരുന്നത് അതിനെക്കുറിച്ച് ഇത് ചെയ്യാം. അപ്പോൾ ഓൾഡ് ടാക്സ് റെജിം എന്ന് പറഞ്ഞാൽ ശരിക്കും
നമുക്ക് അവിടെ 2.5 ലക്ഷം വരെയാണ് നമ്മുടെ ബേസിക് എക്സംഷൻ ലിമിറ്റ്. അതായത് ബേസിക് എക്സംഷൻ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ട് നമുക്ക് ടാക്സ് കൊടുക്കേണ്ടാത്ത ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 2.5 ലക്ഷം. 0 മുതൽ 2.5 ലക്ഷം വരെയാണ് നമ്മുടെ എന്റെ വരുമാനമെങ്കിൽ ഞാൻ ടാക്സ് ടാക്സ് കൊടുക്കണ്ട. 2.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെ 5 ലക്ഷം വരെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു റിബേറ്റ് കിട്ടുന്നുണ്ട്, ഒരു കിഴിവുണ്ട്. അതായത് ടാക്സ് കൊടുക്കണം, പക്ഷേ കിഴിവുണ്ട്. ഒരു 5% ടാക്സ് 2.5 മുതൽ 5 ലക്ഷം വരെ നമ്മൾ കൊടുക്കണം. 5 മുതൽ 10 വരെ 20% കൊടുക്കണം. 10-ന് മുകളിൽ 30% കൊടുക്കണം. ഇങ്ങനെയാണ് അതിന്റെ നിയമം. പക്ഷെ 5 ലക്ഷം വരെ മാത്രമാണെങ്കിൽ നമുക്ക് അവിടെ കിഴിവ് ഉള്ളത് കൊണ്ട് 5 ലക്ഷം വരെ നമുക്ക് എന്തില്ല, ടാക്സ് ഇല്ല. ശരിക്കും അടക്കേണ്ടത് അവിടെ നിന്ന് തന്നെ കുറച്ച് കിട്ടിയോണ്ട്. പക്ഷെ 5 ലക്ഷത്തി 1 രൂപയായ കൊടുക്കണം. അപ്പോൾ അവിടെ നമുക്ക് കിഴിവില്ല. ഇതാണ് ഒരു രീതി. അപ്പോൾ എന്തുകൊണ്ടാണ് ഓൾഡ് ടാക്സ് റെജിം ആരാണ് തിരഞ്ഞെടുക്കുന്നത് ചോദിച്ചാൽ, അവിടെ നമുക്ക് നമ്മളെടുക്കുന്ന LIC, പിന്നെ എഡ്യൂക്കേഷൻ ലോണ്, ഹൗസിംഗ് ലോണ്, ഇങ്ങനത്തെ ഒരുപാട് ഡിഡക്ഷൻസ് അവിടെ പെർമിസിബിൾ ആണ്. അതായത് ഞാൻ പഴയ ടാക്സ് റെജിം തിരഞ്ഞെടുക്കുന്ന ഒരാൾ, പഴയ ടാക്സ് റെജിം എന്ന് പറയുമ്പോൾ അത് ഇപ്പോഴും വേണമെങ്കിൽ എനിക്ക് ഇപ്പോഴും ചൂസ് ചെയ്യാം. പഴയത് പേരുണ്ടെങ്കിൽ അത് പോയിട്ടൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ അത് ചൂസ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് 5 ലക്ഷത്തിൽ കൂടുതൽ വരുമാനം വന്നു. അപ്പോൾ ഞാൻ ടാക്സ് അടക്കാൻ ബാധ്യസ്ഥനാവുന്നു. പക്ഷേ ഈ അടക്കുന്ന ടാക്സിൽ ചില കിഴിവുകൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതാണ് സാർ പറഞ്ഞ ഉദാഹരണം LIC. നമ്മൾ LIC അടക്കുന്നു, അല്ലെങ്കിൽ കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ചെലവഴിക്കുന്നു, ഹൗസിംഗ് ലോൺ ഉണ്ട്, അതിന്റെ ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഡിഡക്ഷൻസ് കിട്ടും. അപ്പൊ അതിനുവേണ്ടി ഞാൻ ചെലവാക്കുന്ന പൈസ കിഴിച്ചിട്ട് ബാക്കി കിഴിച്ചുള്ള ബാക്കിയുള്ള എമൗണ്ട് ഞാൻ ഈ പറയപ്പെടുന്ന ലിമിറ്റിന് താഴെയാണെങ്കിൽ, മുകളിൽ വരികയാണെങ്കിൽ മാത്രമേ നമുക്ക് ടാക്സ് വരുള്ളൂ. അത് കിഴിച്ച് നോക്കിയുമ്പോൾ 5 ലക്ഷത്തിനേക്കാൾ മുകളിലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടാക്സ് വരുള്ളൂ. അപ്പൊ അതാണ് ഒരു രീതി. രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ ഈ പറയപ്പെടുന്ന ഡിഡക്ഷൻസ് ഒന്നും കിട്ടൂല. പുതിയ ന്യൂ റെജിം ആണെങ്കിൽ. പക്ഷെ അവിടെ ബേസിക് എക്സംഷൻ ലിമിറ്റ് 4 ലക്ഷം. അപ്പോൾ 0 മുതൽ 2.5 എന്ന് പറയുന്നിടത്ത് ഇവിടെ 0 മുതൽ 4 അതുവരെ അടക്കണ്ട. മറ്റേത് നമ്മൾ 5 to 10 എന്നല്ലേ പറഞ്ഞേ, ഇവിടെ 4 മുതൽ 8, 8 മുതൽ 12 അങ്ങനെ പോവാ. അപ്പൊ ഈ അതെന്താണ് ഈ 4 മുതൽ 8 വരെ ഓരോ ടാക്സ്? അതായത് എനിക്ക് കുറച്ചൊക്കെ അറിയാം. പിന്നെ ഞാൻ എന്താ സംശയം ചോദിക്കുന്നത്, കാണുന്നവരെ കുറച്ചുകൂടി മനസ്സിലായിക്കോട്ടെ വെച്ചിട്ടാണ്. 0 മുതൽ 4 വരെ 0. ഒന്നും അടക്കണ്ട. 4 to 8 5% പോരും. 5% ഞാൻ ടാക്സ് കൊടുക്കണം. ഒരാൾക്ക് 7 ലക്ഷമാണ് ഇൻകം എന്നുണ്ടെങ്കിൽ 7-ന്ന് 4 കുറച്ച് 3 ലക്ഷത്തിന് 5%. അതായത് 4 വരെ എനിക്ക് ടാക്സ് വേണ്ട, പിന്നെ വരുന്ന 3 ലക്ഷത്തിന് 5% ഞാൻ ടാക്സ് കൊടുക്കണം. പക്ഷെ ഇവിടെയും റിബേറ്റ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ 12 ലക്ഷം വരെ റിബേറ്റ് ഉണ്ട്. അപ്പോൾ ടെക്നിക്കലി സ്പീക്കിംഗ് 12, ഇപ്പോൾ ഒരാൾക്ക് 10 ലക്ഷം ആണെന്നുണ്ടെങ്കിൽ ഒരു ടാക്സും ഇല്ല. 11 ലക്ഷം ആണെങ്കിലും ഇല്ല, 12 ലക്ഷം ആണെങ്കിലും അടക്കണ്ട. ഈ സാലറീഡ് പേഴ്സണും സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് ഒരാൾക്ക് എത്ര സാലറി ഉണ്ടെങ്കിലും ഗവൺമെന്റ് പറയുന്ന ഒരു 75,000 രൂപ നീ ഡിഡക്ഷൻ ആയിട്ട് എടുത്തോ, ബാക്കിയുള്ളതിന് ടാക്സ് കൊടുത്താൽ മതി. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ 12,75,000 വരെ ഒരാൾക്ക് ഒരു വർഷം ഇൻകം ഉണ്ടെങ്കിലും അയാളും ടാക്സ് കൊടുക്കണ്ട. പക്ഷെ ഇവിടെ അപ്പുറത്ത് പറഞ്ഞ ഒരുപാട് മറ്റ് ഡിഡക്ഷൻസ് കിട്ടൂല. അതായത് ഇപ്പൊ എനിക്ക് LIC ഉണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ അത് വെച്ചിട്ട് എനിക്ക് ടാക്സ് കുറക്കാൻ പറ്റില്ല. എല്ലാവരും ചെയ്യേണ്ടത് ടാക്സ് കാൽക്കുലേറ്റർ അവിടെ ഉണ്ടാവും. അപ്പൊ നമുക്ക് ഈ അവൈലബിൾ ആയിട്ട് എല്ലാ സാധനവും അവിടെ കൊടുക്കുക. ടാക്സ് കാൽക്കുലേറ്റർ ഇൻകം ടാക്സിന്റെ സൈറ്റിൽ തന്നെ ഉണ്ടാവും. നമുക്ക് സ്വന്തമായിട്ട് തന്നെ നോക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ അവിടെ നമ്മളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ് ബെനിഫിഷ്യൽ നമുക്ക് തന്നെ കാണിച്ചു തരും. അപ്പൊ നമുക്ക് ബെനിഫിഷ്യലുള്ള സ്കീം എടുത്താൽ മതി എന്നുള്ളതാണ്. ഇതാണ് ശരിക്കും അവിടെ നോക്കണം. അപ്പോൾ ടെക്നിക്കലി സ്പീക്കിംഗ് 12 ലക്ഷം വരെ ഇല്ല. അപ്പോൾ 12 ലക്ഷത്തിന് മുകളിലോട്ടാണ് എന്നുണ്ടെങ്കിൽ ഈ റിബേറ്റ് കിട്ടൂല. 4 ലക്ഷം മുതൽ കാൽക്കുലേറ്റ് ചെയ്യും. അതാണ് മാറ്റം. അപ്പോൾ നമുക്ക് 12 എനിക്ക് 12,50,000 വേണ്ട 75,000 വരെ. അപ്പോൾ 13 ലക്ഷം ആണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 4 ലക്ഷത്തിന് ഇല്ല, 4 to 8 5 ഓരോ സാധനങ്ങളും ഈടാക്കും. അതാണ് അതിന്റെ മാറ്റം. അപ്പോൾ 12 കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 12,75 സാലറി അല്ല എന്നുണ്ടെങ്കിൽ 12 കഴിഞ്ഞാൽ വരും. പിന്നെ ഉണ്ട് ഇപ്പോൾ ലോട്ടറി, അതിന് ഇങ്ങനത്തെ എക്സെപ്ഷൻ ഒന്നും ഇല്ല. എത്രയാണോ അടിച്ചാൽ അതിന്റെ 30 കൊടുത്തേ പറ്റൂ. അപ്പോൾ അവിടെ എനിക്ക് 12 ലക്ഷത്തിന് ടാക്സ് ഇല്ലല്ലോ എന്ന് പറയാൻ പറ്റൂല. അങ്ങനത്തെ കുറച്ച് ഇൻകം ഉണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ക്യാപിറ്റൽ ഗെയിൻ ഇൻകം, നമ്മൾ ലാൻഡ്, ബിൽഡിങ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ ഒരു സ്പെസിഫിക് റേറ്റ് ആണ്. അതുപോലെ ഷെയർ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഇൻകം 20% ഡയറക്ട്ലി ഷോർട്ട് ടേം ആണെങ്കിൽ 20% അവിടെ വരും. അങ്ങനത്തെ കുറച്ച് സ്പെഷ്യൽ റേറ്റ് വരുന്ന ടാക്സ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ശരിക്കും ഒരു ഇൻഡിവിജ്വലിൻ്റെ വരിക. കമ്പനിക്കും സ്പെസിഫിക് റേറ്റ് ഉണ്ട്. ഇപ്പോൾ ഒരു ഫേമിനാണെങ്കിൽ 30%, കമ്പനിക്കാണെങ്കിൽ പല റേറ്റുകളുണ്ട്, സ്റ്റാർട്ടപ്പ് ആണെങ്കിൽ ഒന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ടാക്സ് വരിക. അപ്പോൾ ടാക്സ് ലാബിലിറ്റി ഉള്ളവന് എത്രയാണോ, നമ്മൾ കമ്പ്യൂട്ടേഷൻ ഉണ്ട്, ഞാൻ കുറച്ച് ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ സാലറി എന്നുള്ള ഹെഡിൽ അതെങ്ങനെ കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളത് ആ ഹെഡ് പറയുന്നുണ്ട്. HR എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യേണ്ടത്, എക്സംഷൻ കിട്ടുമോ, നമുക്ക് വേറെ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടതെന്നൊക്കെ അവിടെ പറയും.
ഹൗസ് പ്രോപ്പർട്ടി റെൻ്റൽ ഇൻകം എങ്ങനെയാണ് ചെയ്യുക, അത് നമുക്ക് പല ഡിഡക്ഷൻസും ഉണ്ടാവും. നമ്മളിപ്പോൾ പ്രോപ്പർട്ടി ടാക്സ് അടക്കുന്നുണ്ടാവും, ചിലപ്പോൾ ലോൺ വെച്ചിട്ടായിരിക്കും, അതിൻ്റെ ഡിഡക്ഷനൊക്കെ അവിടെ കിട്ടും. പിന്നെ ബിസിനസ് പ്രൊഫഷൻ, അവിടെ നമുക്ക് ചില എക്സ്പെൻസ് കുറക്കാൻ പറ്റും, ചിലത് പറ്റൂല. TDS പിടിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ എക്സ്പെൻസ് കിട്ടൂല. അങ്ങനത്തെ കുറേ സാധനങ്ങൾ അവിടെ ഉണ്ട്. പിന്നെ ക്യാപിറ്റൽ ഗെയിൻ അവിടെ വേറൊരു രീതിയിലാണ്, അതർ സോഴ്സസ് വേറൊരു രീതിയിലാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർന്നിട്ട് ആണ് നമുക്കൊരു എമൗണ്ട് കിട്ടുക. ആ എമൗണ്ടിൽ നിന്നും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഓൾഡ് റെജിം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഡക്റ്റ് ചെയ്യാനുള്ള പല കാര്യങ്ങളും ഡിഡക്റ്റും ചെയ്യാം. എന്നിട്ട് കിട്ടുന്ന എമൗണ്ട് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ടോട്ടൽ ഇൻകം എന്ന് പറയും. ഇതാണ് അടുത്ത ടേം. ഇൻകം ടാക്സിൽ വിളിക്കുന്ന ടേം എന്ന് പറയുന്നത് ടോട്ടൽ ഇൻകം. ആദ്യം നമ്മൾ ഈ 5 ഹെഡ് ഉണ്ടല്ലോ, ഞാൻ സാലറി, ഹൗസ് പ്രോപ്പർട്ടി, PGBP, ക്യാപിറ്റൽ ഗെയിൻ, അതർ സോഴ്സ്, ഈ 5 ഹെഡിൽ നിന്നുള്ള ഇൻകത്തിനെ ഒരുമിച്ച് കൂട്ടി നമ്മൾ പറയും ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയും. ഗ്രോസ് ടോട്ടൽ ഇൻകം. അതിൽ നിന്ന് എലിജിബിൾ ആയിട്ടുള്ള ഡിഡക്ഷൻസ് അങ്ങനെ പറയാം നമുക്ക്, അത് കുറച്ചാൽ കിട്ടുന്ന ബാക്കിയാണ് നമ്മൾ എന്താ പറയുക ടോട്ടൽ ഇൻകം. ഇതിന്റെ പുറത്താണ് നമ്മൾ ടാക്സിന്റെ റേറ്റ് അപ്ലൈ ചെയ്യേണ്ടത്. മനസ്സിലായോ? ഇതാണ് ശരിക്കും. അപ്പൊ അത് ആർക്കൊക്കെ ഞാൻ ഈ പറഞ്ഞ ലിമിറ്റിന് മേലെ ഉണ്ടോ അവരാണ് ടാക്സ് കൊടുക്കേണ്ടത്. നേരത്തെ സാർ സൂചിപ്പിച്ചത് ഇപ്പം വാഹനം വാങ്ങുമ്പോൾ 10 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വാഹനം വാങ്ങുമ്പോൾ നമ്മളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ടാക്സുകളിൽ ഒന്ന് സാർ നേരത്തെ ഒരു ടാക്സിന്റെ പേര് പറഞ്ഞിരുന്നു. അപ്പം അതൊന്ന് വിശദമാക്കാം. അതായത് 2 തരത്തിലുണ്ട്. ഇപ്പം നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞു TDS, രണ്ടാമത് പറഞ്ഞു TCS. ഞാൻ ഈ ഫോറിൻ ട്രാവലിന്റെ കേസ് പറഞ്ഞാൽ TDS എന്ന് പറഞ്ഞാൽ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് എന്നാണ്. അതായത് എനിക്കിപ്പോൾ ഒരാൾ സാലറി തരുന്നു, 1 ലക്ഷമാണ് എൻ്റെ സാലറി എന്നുണ്ടെങ്കിൽ അതിൽ ടാക്സ് 10,000 ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എനിക്ക് 90,000 എൻ്റെ അക്കൗണ്ടിലോട്ട് തരും. ബാക്കി 10,000 എന്ത് ചെയ്യും, നേരെ എൻ്റെ പാനിൽ ഗവൺമെന്റിലോട്ട് അടക്കും. അപ്പൊ എന്റെ ടാക്സ് അഡ്വാൻസ് ആയി അവിടെ അടക്കുന്നു, അതാണ് എൻ്റെ അർത്ഥം. TCS അങ്ങനെയല്ല. ടാക്സ് കളക്റ്റഡ് സോഴ്സ് എന്ന് പറഞ്ഞാൽ അധികം വാങ്ങും. ഫോർ എക്സാമ്പിൾ 10 ലക്ഷത്തിന്റെ കാറാണെന്നുണ്ടെങ്കിൽ 10 ലക്ഷം നമ്മൾ എവിടെ കൊടുക്കണം, ആ ഒരു എവിടുന്നാണോ കാർ വാങ്ങുന്നത് അവിടെ കൊടുക്കണം. പ്ലസ് 1% എന്ത് ചെയ്യണം, അതിന്റെ മേലെ നമ്മൾ TCS ആയിട്ടും കൊടുക്കണം. അപ്പൊ നമ്മൾ ചിലപ്പോൾ ഒരു സാധാരണക്കാരൻ വിചാരിക്കുന്നത് മൊത്തം കാറിന്റെ പൈസയാണെന്നുള്ളതാണ്. സോ ഗവൺമെന്റിന്റെ ഉദ്ദേശം എന്താണ്, ഇവൻ അവിടെ രജിസ്റ്റർ ആവണം. അത് നമ്മുടെ പാനിൽ പോയാൽ നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം, നമ്മുടെ യൂസർ ID പാസ്വേഡ് ഉണ്ടാവും ഇൻകം ടാക്സിൽ. അത് വെച്ച് പോയിട്ട് അതിൽ 26A എന്നുള്ളൊരു ഫോം ഉണ്ടാവും. ആ ഫോമിൽ പോയി കഴിഞ്ഞാൽ ആരൊക്കെ നമുക്കെതിരെ ടാക്സ് പിടിച്ചിട്ടുണ്ട്, ആരൊക്കെ നമുക്ക് ടാക്സ് അടച്ചിട്ടുണ്ട്, ഫുള്ള് കാണാൻ പറ്റും. അപ്പൊ അതില് ശരിക്കും അപ്പൊ എന്താണ് ഗവൺമെന്റ് ഉദ്ദേശം, എന്താണ്, ഇവൻ 10 ലക്ഷത്തിന്റെ കാർ എടുത്തു, അപ്പോൾ ഈ പൈസ ഇവിടെ കിടപ്പുണ്ട്, അപ്പൊ ഇത് എങ്ങനെയാണ് വന്നതെന്നുള്ളത് ഇവൻ കാണിക്കണമെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്യാം. റിട്ടേൺ ഫയൽ ചെയ്യാന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഇൻകം നമുക്ക് ഉണ്ട് എന്നുള്ളത് ഗവൺമെന്റിനോട് പ്രത്യേക ഫോമിൽ പറയുന്നതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ TDSഉം TCSഉം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ 1 ലക്ഷം എൻ്റെ സാലറി കേസ് 1 ലക്ഷം എനിക്ക് തന്നു മാസം എന്ന് വിചാരിച്ചാൽ ഞാൻ എന്ത് ചെയ്യും, ഒരു വർഷം 12 ലക്ഷം കൊണ്ടങ്ങ് പോകും. അപ്പൊ അതിന്റെ ടാക്സ് പിന്നെ ഗവൺമെന്റ് കിട്ടൂല. പിന്നെ കളക്ട് ചെയ്യുന്നത് പ്രാക്ടിക്കലി പോസിബിൾ ആണ്. പിന്നെ അതുമല്ല, ഇത് ഇത്രയും ഇൻഡിവിജ്വൽസിനെയൊക്കെ ഗവൺമെന്റിന് നോക്കുക അറിയുന്നത് ബുദ്ധിമുട്ടല്ലേ, അത് ശരിക്കും പോസിബിൾ അല്ല. അപ്പൊ എന്താ ചെയ്യുക, ഈ ടാക്സ് ഡിഡക്ട് ചെയ്യേണ്ട ആൾക്കാരും ടാക്സ് കളക്ട് ചെയ്യേണ്ട ആൾക്കാരും വളരെ കുറവായിരിക്കും. വലിയ വലിയ ബിസിനസ്സുകാർ, അവർക്കൊരു നിശ്ചിത അളവുകളൊക്കെ ഉണ്ട്, ഇത്ര ടേൺ ഓവർ ഉള്ളവരാണ് ഇത് പിടിക്കേണ്ടത്. അപ്പൊ അവർ കുറച്ചേ ഉണ്ടാവുള്ളൂ. അവരെന്തായാലും ഓഡിറ്റിനും എല്ലാത്തിനും പരിധിയിലൊക്കെ വരികയും ചെയ്യും. അപ്പോൾ അവരിത് ചെയ്തിട്ടില്ലെങ്കിൽ, ഇപ്പോൾ നമുക്ക് ചോദിച്ചാൽ എൻ്റെ 1 ലക്ഷം എൻ്റെ അക്കൗണ്ടിലോട്ട് ഇട്ടാൽ പോരെ, എന്തിനാ 10,000 പിടിക്കുന്നത് എന്ന് ചോദിക്കാം. പക്ഷെ ആ 10,000 പിടിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് പെനാൽറ്റി വരും, അവർക്ക് പ്രശ്നങ്ങൾ വരും, അതുകൊണ്ട് അവർ പിടിക്കും. അതായത് ശമ്പളം വരുമ്പോൾ എൻ്റെ പൈസയിൽ നിന്നും കുറച്ച് തുക കുറയുമ്പോൾ എനിക്കൊരു സങ്കടം ഉണ്ടെങ്കിലും അത് ഭാവിയിൽ ഞാൻ അടച്ചില്ലെങ്കിൽ വരുന്ന വലിയ കോംപ്ലിക്കേഷൻസിനെ അവിടെ വെച്ചിട്ട് ആക്ച്വലി തടയുന്നുണ്ട് എന്നുള്ളതാണ്. സാലറിയുടെ കേസ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ടാക്സ് ആക്ച്വലി എന്താണോ അതേ പിടിക്കൂ. ഒരാൾക്ക് എന്താണോ ടാക്സ് അതാണ് ശരിക്കും പിടിക്കുന്നത്. പിന്നെ റീഫണ്ട് കിട്ടാൻ എന്താ സാധ്യത, നമ്മൾ ശരിക്കും വേറെ എന്തെങ്കിലും ഡിഡക്ഷൻസ് അല്ലെങ്കിൽ നമ്മൾ കമ്പനിക്ക് കൊടുത്തൊരു കണക്കുണ്ടാവും, അതിൽ കൂടുതൽ അത്ര ടാക്സ് ഇല്ല, ശരിക്കും ഞാൻ അത്ര ടാക്സ് അടക്കേണ്ടതായിട്ടില്ല എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റിയാലാണ് നമുക്ക് എന്ത് കിട്ടുക, റീഫണ്ട് കിട്ടുക സാലറിയുടെ കേസിൽ. പക്ഷെ മറ്റു കേസുകളൊന്നും അങ്ങനെയല്ല. കാർ എടുക്കുമ്പോൾ അത് നമ്മൾ ചിലപ്പോൾ ആരെന്തെങ്കിലും കടം വാങ്ങിയിട്ടായിരിക്കും കാർ വാങ്ങുന്നത്, എന്നാലും ആ പൈസ അവിടെ കൊടുക്കണം. ഹജ്ജിന് പോയാൽ എന്തായാലും കൊടുക്കണം. അപ്പോൾ അവിടെയൊക്കെ എന്തായാലും നമുക്ക് എന്ത് കിട്ടും, റീഫണ്ട് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. സാർ ഇപ്പം നേരത്തെ മെൻഷൻ ചെയ്തതിൽ ഞാൻ സ്ട്രൈക്കിംഗ് ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം, ഇപ്പോൾ ഈ ഹജ്ജ് തീർത്ഥാടനത്തിനൊക്കെ പോകുന്ന ആളുകൾ അവരടക്കുന്ന പൈസയിൽ ഒരു ഭാഗം പോകുന്നത് ടാക്സിലേക്കാണെന്നും അത് ചിലപ്പോൾ പിന്നീട് റിട്ടേൺസ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
തിരിച്ചു പിടിക്കാൻ പറ്റും എന്നുള്ളത് എനിക്ക് പുതിയ അറിവാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു രീതി എങ്ങനെയാണ്? അത് ഗവൺമെൻറ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗവൺമെൻറ് ഒരു ഉദ്ദേശം ടാക്സ് അടപ്പിക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കണക്ക് കറക്റ്റായിട്ട് ഗവൺമെൻറ് കിട്ടുക. രണ്ടാമത്തെ ഉദ്ദേശം ചില ട്രാൻസാക്ഷൻസിന് എന്ത് ചെയ്യണം, റെഗുലേറ്റ് ചെയ്യണം അല്ലേ, അതിനൊരു കൺട്രോൾ വേണം. അപ്പം ഹജ്ജിൻ്റെ കേസ് ഫോറിൻ കൺട്രിയിലോട്ടാണല്ലോ ഇതിൻ്റെ ഒരു എമൗണ്ട് കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഗവൺമെൻറ് വെച്ചിരിക്കുന്നത് ഇത് നടത്തുന്ന ആളുകൾ, ഇപ്പോൾ ഫോറിൻ ട്രാവലിങ്ങിന് സപ്പോർട്ട് ചെയ്യുന്ന ട്രാവൽ ഏജൻസി കാര്യങ്ങളുണ്ടാവുമല്ലോ, അവർക്ക് നിർബന്ധമാക്കിയിരിക്കുകയാണ് ഹജ്ജിൻ്റെ എമൗണ്ടിൻ്റെ കൂടെ TCS കൂടെ കളക്ട് ചെയ്യണം. ചിലപ്പോൾ സാധാരണക്കാർക്ക് അറിയാം, അവർ ഫുൾ എമൗണ്ട് അങ്ങ് കൊടുക്കുമായിരിക്കും. അപ്പോൾ ശരിക്കും എന്താണ്, ഈ പോകുന്ന ആളുടെ പാനിൽ ഇത് കറക്റ്റ് ഗവൺമെൻറ് കിട്ടുകയാണ് ആരൊക്കെയാണ് ഹജ്ജിന് പോകുന്നത്. ഇത് അവിടെ ഉണ്ടാവും, എത്ര എമൗണ്ട് ആണെന്നുള്ളത് ഉണ്ടാവും. ലീഗലി ശരിക്കും അവർക്ക് എന്തുണ്ടാവില്ല, ഈ ഒരു വർഷം 12 ലക്ഷം ഇൻകം ഉണ്ടെങ്കിൽ ടാക്സ് അടക്കേണ്ട ആവശ്യമുള്ളൂ ഒരു വർഷത്തിൻ്റെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ലീഗലി ശരിക്കും അവർക്ക് എന്തുണ്ടാവില്ല, ടാക്സ് അടക്കേണ്ടതായിട്ടുള്ള ഇൻകം ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ അടച്ച പൈസ അവർക്ക് എന്ത് ചെയ്യാം, തിരിച്ചെടുക്കാം. ഗവൺമെൻറ് ഉദ്ദേശം ഇത് അറിയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവൻ ശരിക്കും ഇവനിൻ്റെ ഇൻകംസ് അവൻ ഫയൽ ചെയ്യണം, റിട്ടേൺ ഫയൽ ചെയ്യണം എന്നുള്ളതാണ് ഗവൺമെൻറ് അവനെ നിർബന്ധമാക്കുന്നത്, ടാക്സ് അടക്കണം എന്നല്ല. അതായത് എനിക്ക് 12 ലക്ഷത്തിൽ കുറവാണ് വരുമാനം, പക്ഷെ ഞാൻ ഹജ്ജിന് പോവുകയാണ്, അപ്പോഴും എൻ്റെ നിന്ന് ഈ ടാക്സ് പിടിക്കുന്നുണ്ട്. പക്ഷെ എനിക്കത് റിട്ടേൺ സബ്മിറ്റ് ചെയ്ത് ടാക്സ് എനിക്ക് ബാധകമല്ലെങ്കിൽ ആ അടച്ച പൈസ തിരിച്ചു കിട്ടും. അതെ. ഇനി അല്ല എനിക്ക് ടാക്സ് ബാധകമാണെങ്കിൽ ആ ടാക്സിന് ഉള്ള പൈസ എടുത്തിട്ട് ബാക്കി കിട്ടും. ഓക്കെ. പലരും ഇത് അറിയാത്തത് കൊണ്ട് പലരും ഇത് അടക്കാറുമില്ല. പലർക്കും വരുമാനവും അറിയില്ല. ശരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏപ്രിൽ മുതൽ മാർച്ച് വരെ ഒരു വർഷത്തിലുള്ള ഇൻകം ഈ 12 ലക്ഷത്തിന് മേലെ വരുവാണെന്നുണ്ടെങ്കിലാണ് ആ ഒരു ടാക്സിൻ്റെ ആപ്ലിക്കബിലിറ്റി വരുന്നത്. ഇവർ ചിലപ്പോൾ പല വർഷങ്ങളായിട്ട് സേവ് ചെയ്ത പൈസ എടുത്തായിരിക്കും എന്ത് ചെയ്യുക, ഹജ്ജിനൊക്കെ പോവുക. അപ്പോൾ അവർക്ക് എന്തായാലും അത്ര ഒരു വരുമാനം ചിലപ്പോൾ ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഇപ്പോൾ അവർ വേറെ എങ്ങനെയെങ്കിലും മക്കൾ കൊടുത്തു അങ്ങനെയൊക്കെ കൊടുത്ത എമൗണ്ടുകളൊക്കെ ആയിരിക്കും. എന്നാൽ പോലും അവർക്ക് അവിടെ റീഫണ്ടിനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ശരി. ഈ പ്രായമായ ആൾക്കാരൊക്കെ പോണ സമയത്ത് അവർക്ക് ശരിക്കും വരുമാനം ഉണ്ടാവണമെന്നേ ഇല്ല. അവർ ഈ പറഞ്ഞ പോലെ മറ്റു സോഴ്സ് നിന്ന് പൈസ എടുത്തായിരിക്കും പോകുന്നുണ്ടാവുക. അപ്പോൾ എത്ര ശതമാനമാണ് ഇതിൻ്റെ ഈ TCS, അതായത് ടാക്സ് കളക്ടഡ് അറ്റ് സോഴ്സ്, പിടിക്കുന്നത്? 2%. നമ്മൾ പോകുന്ന എത്രയാണോ നമുക്ക് ആകുന്ന എമൗണ്ട്, നമ്മളിവിടെ ഒരു അംഗീകരിച്ച എമൗണ്ട് ഉണ്ടാവുമല്ലോ അവിടെ കൊടുക്കണ്ടേ, അതിൻ്റെ 2% ആണ്. ഇത് ഹജ്ജിനും ഉംറയ്ക്കും മാത്രമല്ല കേട്ടോ, ഫോറിൻ ട്രാവലിനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനു വേണ്ടിയല്ല, നമ്മൾ വേറെ ടൂർ പോകുകയാണെങ്കിലും ഒക്കെ ഇത് ആപ്ലിക്കബിൾ ആണ് എന്നുള്ളതാണ്.